നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് പെർസെൻറ്റേജിൻ്റെ ചോദ്യം. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് കാണുക, ലോസ് കാണുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുക, ലോസ് പെർസെൻറ്റേജ് കാണുക, അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നോക്കിയേ, ഒരു ബാഗ് 120 രൂപ നഷ്ടത്തിൽ 480 രൂപയ്ക്ക് വിറ്റു. അതായത് ഞാനൊരു സാധനം വാങ്ങിച്ചു, ഞാൻ സാധനം വാങ്ങിച്ചിട്ട് അതിൽ 120 രൂപ കുറച്ച് എത്ര രൂപയ്ക്ക് വിറ്റു? 480 രൂപയ്ക്ക് വിറ്റു. ശരിക്കും ഞാൻ മേടിച്ച പൈസ 480 അല്ല കേട്ടോ, ഞാൻ മേടിച്ച വേറെ ഏതോ പൈസയാണ്. 120 രൂപ കുറച്ചാണ് ഞാൻ വിറ്റത്. നഷ്ടത്തിൻ്റെ ശതമാനം കണ്ടെത്തുക, നഷ്ടശതമാനം, ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ശരിക്കും ഇതിൻ്റെ പൈസ എത്രയാണെന്ന് അറിയണം, പ്രൈസ് നമുക്കറിയണം. പ്രൈസ് എത്രയായിരിക്കണം? ഇപ്പോൾ 480 രൂപയ്ക്ക് ഞാൻ വിൽക്കുമ്പം എനിക്ക് എത്ര രൂപ നഷ്ടം? 120 രൂപ നഷ്ടം. എങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില എത്രയാണ്? 600. കാരണം 600 രൂപയുള്ളൊരു സാധനം 120 രൂപ നഷ്ടത്തിൽ ഞാൻ എത്ര രൂപയ്ക്ക് വിറ്റു? 480 രൂപയ്ക്ക് വിറ്റു. എങ്കിൽ എൻ്റെ ടോട്ടൽ പ്രൈസ് എത്രയാണ്? 600. ലോജിക്ക് ക്ലിയർ ആണല്ലോ. 600 രൂപയുടെ സാധനം 120 രൂപ നഷ്ടത്തിൽ എത്ര രൂപയ്ക്ക് വിറ്റു? 480. 600 നമുക്ക് തന്നിട്ടില്ല, 600 നമ്മളിത് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി നഷ്ട ശതമാനം കണ്ടുപിടിക്കുക, ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? 120 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു എത്ര വരൂടാ? 100. ഒരു പൂജ്യം ഒരു പൂജ്യം, ഒരു പൂജ്യം ഒരു പൂജ്യം. ഇനി എളുപ്പമാണല്ലോ. എത്രയാണ്? 6 2 12, 20%, 20%. കാരണം എന്താ? 6നെയും 12നെയും കൂടെ വെട്ടാം, 2 2 0 20, 20% ദി ആൻസർ. ഓക്കെ, 480 120 ഇട്ട് ചെയ്യരുത്, തെറ്റാണ്. എന്തിട്ട് ചെയ്യണം? 480 രൂപയ്ക്ക് ഞാൻ വിറ്റു, എത്ര രൂപ നഷ്ടത്തിൽ? 120 രൂപ നഷ്ടത്തിൽ. 480ൻ്റെ 120 എന്നല്ല പറഞ്ഞേക്കുന്നത്, 120 രൂപ നഷ്ടത്തിൽ 480 രൂപയ്ക്ക് വിറ്റു എന്ന്. അപ്പോൾ ടോട്ടൽ പ്രൈസ് എത്രയാണ്? 600. അതിൻ്റെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് വൺ. LDCക്കൊക്കെ പൊതുവെ ചോദിക്കലുണ്ട്. ഓക്കെ, ശരി.